നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. 1200-ാം ആണ്ട് എങ്ങനെയാണ് ഓരോ കൂറുകാർക്കും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതായത് ചിങ്ങം 1 മുതൽ 1200 ചിങ്ങം 1 മുതൽ 1200 കർക്കിടകം 31 വരെയുള്ള ഒരു വർഷക്കാലം. ഇംഗ്ലീഷ് മാസത്തിൽ പറയുമ്പോൾ 17/8/2024 മുതൽ 16/8/2025 വരെയുള്ള ഒരു വർഷക്കാലം ഓരോ കൂറുകാർക്കും എങ്ങനെ ഉണ്ടായിരിക്കും എന്നതാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. സൂര്യൻ സംക്രമിക്കുന്നത് കർക്കിടകത്തിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് സംക്രമിക്കുന്നത് 16/8/2024, അതായത് ചിങ്ങം 1 തലേ ദിവസം, കർക്കിടകം മാസം അവസാന ദിവസം രാത്രി 7:45 പൂരാടം നക്ഷത്രത്തിൽ ലഗ്നത്തിൽ ശനി ബലവാനായിട്ട് നിൽക്കുന്നു. കഠിനാധ്വാനത്തിൻ്റെ വർഷം, ആരോഗ്യവും അതുപോലെ തന്നെ മനസ്സും ഒരുപോലെ ജീവിത വിജയത്തിന് വേണ്ടി ഒരുക്കേണ്ട വർഷമാണ്. അഷ്ടമത്തിൽ കേതുവുണ്ട്. അതുകൊണ്ട് തന്നെ ദുർഘടങ്ങളും പ്രശ്നങ്ങളും തടസ്സങ്ങളും ഒക്കെ വരാം, പല പ്രശ്നങ്ങളുമൊക്കെ വരാം ഈ വർഷവും. എന്നാൽ അതിനെയൊക്കെ അതിജീവിക്കുന്ന തരത്തിൽ ഈശ്വരാധീനം ഉണ്ടാകും എന്ന് കരുതിക്കൊണ്ടുള്ള ഒരു വർഷം തന്നെയാവണം ഈ കൊല്ലവർഷവും. ഏതായാലും ഓരോ കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. ഇതിനകത്ത് 2 ഗ്രഹങ്ങളുടെ മാറ്റമാണ് വരുന്നത്. അതായത് 2024 ഓഗസ്റ്റ് 17-നും 2025 ഓഗസ്റ്റ് 16-നും ഇടയിൽ മാർച്ച് 29-ാം തീയതി 2025 മാർച്ച് 29-ാം തീയതി കുംഭം രാശിയിൽ നിന്നും ശനി മീനം രാശിയിലേക്കും 2025 മെയ് 14-ാം തീയതി വ്യാഴം ഇടവത്തിൽ നിന്ന് മിഥുനം രാശിയിലേക്കും സംക്രമിക്കും. പ്രധാനമായും അതുപോലെ രാഹുകേതുക്കൾ മാർച്ച് മാസത്തിൽ പുറകോട്ട് സഞ്ചരിച്ച് മീനത്തിൽ നിന്ന് കുംഭത്തിലേക്കും കേതു കന്നിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കും സംക്രമിക്കും. അതുകൊണ്ട് തന്നെ മാറ്റങ്ങൾ പലതും പ്രതീക്ഷിക്കാം പലർക്കും ഈ വർഷം. അല്ലെങ്കിൽ 2025-ൻ്റെ തുടക്കം മുതൽ ഏകദേശം മാർച്ച് മാസം മുതലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം, ഗുണങ്ങളും ഉണ്ടാകാം. അതുപോലെ തന്നെ ഒരു കൊല്ലവർഷത്തിൻ്റെ കണക്കെടുക്കുമ്പോഴും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം മേടക്കൂറ്, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഗുണവാനായിട്ടാണ് വ്യാഴവും അതുപോലെ ശനിയും നിൽക്കുന്നത്. ശുക്രനും നല്ല രാശിയിൽ നിൽക്കുന്നു. ഈ വർഷം ഇവർക്ക് സാമ്പത്തികമായ നേട്ടവും, പ്രത്യേകിച്ച് മാർച്ച് വരെ ഇവർക്ക് സാമ്പത്തികമായ നേട്ടവും അതുപോലെ തന്നെ വിചാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയും നടക്കുകയും ചെയ്യണം. കർമ്മരംഗത്ത് കൂടുതൽ ഉയർച്ചയുണ്ടാവണം, സാമ്പത്തികമായിട്ടുള്ള ലാഭമുണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ, ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും നടക്കണം. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും, തൊഴിൽ മേഖലയിലെ ഉയർച്ചയുടെ കാര്യത്തിലും, വിദേശവാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും, വിദേശത്ത് പഠനത്തിന് വേണ്ടി പോകുന്ന കാര്യത്തിലും ഒക്കെ തന്നെ ഇവർക്ക് ഗുണകരമായ അവസരം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ദാമ്പത്യത്തിൻ്റെ ഭദ്രതയ്ക്കും ഈ വർഷം പൊതുവെ ഗുണമാണ് കാണുന്നത്. എന്നാലും ഇടയ്ക്കുള്ള ചില മാസങ്ങളിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അത് ഓരോ മുറയ്ക്ക് പറയാനായിട്ട് സാധിക്കും. എന്നാലും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് സാമ്പത്തിക നേട്ടം തന്നെയാണ്. എന്നാൽ 2025 മാർച്ച് 29-ന് ശേഷം ഇവർക്ക് ശനി മീനം രാശിയിലേക്ക് വരുന്നു. മേടത്തിൻ്റെ തൊട്ടുപുറകിലുള്ള രാശി മീനം രാശി ആയതിനാൽ 7ര ശനി തുടങ്ങുകയാണ്. അതുപോലെ ധനഭാവത്തിൽ നിന്നിരുന്ന വ്യാഴം മിഥുനം രാശിയിലേക്ക് പോവുകയാണ്. മിഥുനം ശുക്രനും അതുപോലെ ബുധനും, ഈ 2 ഗ്രഹങ്ങളും വ്യാഴത്തിൻ്റെ ശത്രുവാണ്. ബുധൻ കൂടുതൽ ശത്രുത്വം ബുധനോടുണ്ട്. അതുകൊണ്ട് മിഥുനം രാശിയിൽ പോയി നിൽക്കുമ്പോൾ വ്യാഴം മേടക്കൂറുകാർക്ക്, അതായത് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗക്കാർക്ക് സാമ്പത്തികമായ ചില പരുങ്ങൾ ഉണ്ടാകാം. അത് 2025 മെയ് 14-ന് ശേഷമാണ്. അതുപോലെ 2025 മാർച്ച് 29-ന് ശേഷം 7ര ശനി തുടങ്ങുന്നത് കൊണ്ട് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഏകദേശം 7, 8 അല്ലെങ്കിൽ 9, 10 മാസങ്ങളോളം വ്യാഴമാറ്റത്തിനും 8 മാസങ്ങളോളം ശനിയുടെ മാറ്റത്തിനുമൊക്കെ ഇവർക്ക് മുൻകൂട്ടി കാര്യങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന വിധത്തിൽ മുമ്പിലുണ്ട്. അതുകൊണ്ട് സാമ്പത്തികമായി സമാഹരിക്കാൻ സാധിക്കും. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഒരു ഭദ്രതയുണ്ടാക്കാൻ സാധിക്കും. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുമൊക്കെ കൃത്യമായ കണക്കെടുപ്പിലൂടെ, കാൽക്കുലേഷനിലൂടെ, ആസൂത്രണങ്ങളിലൂടെ ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഉഴപ്പുന്നവർക്ക് പ്രശ്നമുണ്ടാകും, മടിയന്മാർക്ക് പ്രശ്നമുണ്ടാകും. കാരണം ശനിയുടെ രാശിയാണ് അവർക്ക് 10ഉം 11ഉം ഭാവം വരുന്നത്. അപ്പോൾ 10ാം ഭാവാധിപത്യം ശനിക്കുള്ളപ്പോൾ കഠിനാധ്വാനം, ആത്മാർത്ഥത, വിധേയത്വം ഇതൊക്കെ വേണം. അതുകൊണ്ട് മാത്രമേ 11ാം ഭാവത്തിൻ്റെ ഗുണം, അതായത് വരുമാനത്തിൻ്റെ വർധനവ്, നേട്ടം, വിജയം ഇതൊക്കെ ഉണ്ടാകൂ. ഇവിടെ ആലസ്യത്തിൽ ആണ്ട് കിടന്നാൽ പിന്നീട് 7ര ശനി വരുമ്പോൾ ഇരട്ടി ബുദ്ധിമുട്ടേണ്ടി വരും. അത് പ്രത്യേകം മനസ്സിലാക്കുക മേടക്കൂറുകാർ. ഈ സമയം നല്ലതാണ്. നല്ല സമയത്ത് വരുന്നതിനെ അതുപോലെ അടിച്ചു കളയാതിരിക്കുക എന്ന് പറയുമല്ലോ. ഉത്സവ ബഹളത്തിൽ കളയാതിരിക്കുക, ശേഖരിച്ചു വയ്ക്കുക.
ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ കൊല്ലവർഷത്തിലെ നല്ല മാസങ്ങൾ എന്ന് പറയുന്നത് സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 16 വരെ നല്ല മാസമാണ്. അതുപോലെ തന്നെ 16-ാം തീയതി ഡിസംബർ അവസാനത്തിന് ശേഷം ഏകദേശം മാർച്ച് 13 വരെയും സാമ്പത്തികമായ നേട്ടത്തിൻ്റെ കാര്യത്തിലും തൊഴിൽ രംഗത്തിലും ഇവർക്ക് ഗുണമാണ്. എന്നാൽ ഇവർ സൂക്ഷിക്കേണ്ട 2 മാസങ്ങളുണ്ട്. പ്രത്യേകിച്ചും ദാമ്പത്യ സംബന്ധമായ കാര്യങ്ങളിലും കൂട്ടു ബിസിനസ് ചെയ്യുന്ന കാര്യങ്ങളിലുമൊക്കെ ഇവർ വളരെ ശ്രദ്ധിക്കണം. അത് ഓഗസ്റ്റ് 24 ശേഷം ഏകദേശം ഒക്ടോബർ 16-17 വരെയും ഇവർക്ക് ദാമ്പത്യ സംബന്ധമായ കാര്യങ്ങളിലും അതുപോലെ തന്നെ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും തങ്ങളുടെ മക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പഠന സംബന്ധമായ കാര്യങ്ങളിൽ വിദേശവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളിലുമൊക്കെ തന്നെ എന്തെങ്കിലും തടസ്സമോ പ്രശ്നമോ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ചില രംഗങ്ങൾ, അതായത് കൂട്ടു ബിസിനസ് അല്ലെങ്കിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ചില മേഖലകൾ, അത് കലാരംഗമായാലും ശരി അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളുടെ കാര്യങ്ങളായാലും ശരി, അവിടെയൊക്കെയും ചില ഭിന്നിപ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിലും അതുണ്ടാകാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. കർമ്മരംഗത്ത് ഡിസംബർ മാസത്തിൽ ഒരല്പം പ്രശ്നമുണ്ടാകാം. ഡിസംബർ 3 മുതൽ ഡിസംബർ 29 വരെ പ്രത്യേകം ശ്രദ്ധിക്കുക മേടക്കൂറുകാർ. പൊതുവേ ഇവർക്ക് ഗുണമുള്ള മാസങ്ങൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, സെപ്റ്റംബർ പകുതി മുതൽ ഒക്ടോബർ പകുതി വരെ നല്ലതാണ്. അതുപോലെ ഡിസംബർ അവസാനത്തിന് ശേഷം ഏകദേശം മാർച്ച് പകുതി വരെയും ഇവർക്ക് ഗുണമുള്ള മാസങ്ങളാണ്. അതുപോലെ ഗുണമുള്ള മറ്റൊരു മാസമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ജൂൺ മാസം. അതായത് 2025 ജൂണിന് ശേഷം ഏകദേശം ജൂലൈ ഓഗസ്റ്റ് വരെയും സാമ്പത്തികമായ ഗുണവും പ്രവർത്തനങ്ങളിൽ ശുഷ്കാന്തിയുമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അടുത്തത് ഇവരെ സംബന്ധിച്ചിടത്തോളം പറയേണ്ടത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനി ഇപ്പോഴുമുണ്ട്. അതുപോലെ തന്നെ വ്യാഴം ജന്മത്തിലുമാണ്. എന്നാൽ 2025 മാർച്ച് 29 ഇവർക്ക് ശനി 11ാം ഭാവത്തിലേക്ക് വരികയാണ്. അതിൻ്റെ തുടക്കമായി ഇപ്പോഴേ അവർക്ക് ജോലി കിട്ടുക, ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ ഉണ്ടാവുക. ഇപ്പോൾ 9ഉം 10ഉം ഭാവാധിപനായ ഗ്രഹം 10ലാണ് നിൽക്കുന്നത്. 10 കണ്ടക ഭാവമാണ്. വളരെ ശ്രമിച്ചതിന് ശേഷമൊക്കെ ഒരു ജോലി കിട്ടാം. ജോലി കിട്ടായ്മയുടെ ബുദ്ധിമുട്ട് നല്ലവണ്ണം അനുഭവിച്ചിരിക്കാം ഈ വർഷം. ജനുവരി തൊട്ടേ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും 2023 ജനുവരി തൊട്ടേ ഇവർക്ക് കണ്ടകശനി ഉണ്ട്. എന്നാൽ 2025 കണ്ടകശനി പൂർണ്ണമായും അവസാനിക്കുകയും മാർച്ച് 29 ശനി 11ാം ഭാവത്തിലേക്ക് വരികയും ചെയ്യുന്നു. ചന്ദ്രൻ്റെ 3ലും 6ലും 11ലും ശനി സഞ്ചരിക്കുന്ന കാലം വളരെ ഗുണമാണ്. അതുകൊണ്ട് ഇടവക്കൂറുകാർക്ക് കഴിഞ്ഞ കുറേ കാലമായിട്ടുണ്ടായിരുന്ന സാമ്പത്തികമായ അലച്ചിലിന് ഒരു അവസാനം വരികയാണ് അടുത്ത വർഷം. മാർച്ച് 29 2.5 വർഷത്തേക്ക് പിന്നെ 2027 അവസാനം വരെയും ശനി സഞ്ചരിക്കുന്നത് 11ാം ഭാവത്തിലാണ്. അതുപോലെ മെയ് 14 വ്യാഴം 2ാം ഭാവത്തിലേക്കും പോകുന്നു. അപ്പോൾ പ്രമുഖമായ 2 ഗ്രഹങ്ങൾ ധനഭാവങ്ങളിലേക്ക് മാറുകയാണ് ഇടവക്കൂറിന്. ഒന്ന് 2ാം ഭാവത്തിലേക്ക് വ്യാഴം പോകുന്നു, 11ാം ഭാവത്തിലേക്ക് ശനി വരുന്നു. അപ്പോൾ അതിനുള്ള ഒരു ശ്രമം അടുത്ത വർഷം കൂടുതൽ സാമ്പത്തികമായ ഉയർച്ച കിട്ടാനും പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാകുവാനും അതുപോലെ തന്നെ തങ്ങൾ ഏത് മേഖലയിൽ വിഹരിക്കുന്നുവോ അവിടെ കൂടുതൽ സ്വച്ഛന്തമായി ക്രിയാത്മകമായി ബുദ്ധിപരമായി ഇടപഴകുവാനും സാധിക്കുന്ന ഒരു വർഷം വരികയാണ്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ശക്തമാക്കുക, ഊർജ്ജസ്വലമാക്കുക. ഈ വർഷം ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഗുണങ്ങൾ ഉണ്ടാകും. ആ ഗുണങ്ങളെക്കുറിച്ച് ഇടയ്ക്ക് ഞാൻ പറയാം. അത് പ്രത്യേകിച്ച് ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ, ആരോഗ്യ സംബന്ധമായ ചില തടസ്സങ്ങൾ ഈ വർഷം വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ശ്വാസകോശ സംബന്ധമായ അസുഖമോ അല്ലെങ്കിൽ കാൽമുട്ടിനോ കൈമുട്ടിനോ ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനോ ഒക്കെ വഴിയുണ്ട്. അത്തരം കാര്യങ്ങൾ കൊണ്ട് കർമ്മരംഗത്ത് തടസ്സമുണ്ടാകാം. പക്ഷേ അതൊക്കെയും പതുക്കെ മാറി വരുന്ന ഒരു അവസരം കാണുന്നുണ്ട്. ആശുപത്രിവാസം ഉണ്ടാകുമെങ്കിലും പ്രാർത്ഥന കൊണ്ടും മരുന്നു സേവ കൊണ്ടുമൊക്കെ അതിനെ അതിജീവിക്കാൻ സാധിക്കുമെന്നും കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ കൊല്ലവർഷത്തെ ഏറ്റവും നല്ല മാസങ്ങൾ എന്ന് പറയുന്നത് ഒക്ടോബർ 17 ശേഷം നവംബർ പകുതി വരെയും, അതായത് ഒക്ടോബർ പകുതിക്ക് ശേഷം നവംബർ പകുതി വരെ ഗുണകരമാണ്. അതോടൊപ്പം തന്നെ ഇവർക്ക് സെപ്റ്റംബർ മാസത്തിൻ്റെ അവസാനത്തോടു കൂടി ഒരു 2 മാസത്തോളം, ഏകദേശം സെപ്റ്റംബർ മാസം, ഒക്ടോബർ മാസം പകുതി, നവംബർ മാസത്തിൻ്റെ തുടക്കം വരെയും ആരോഗ്യ സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, പ്രത്യേകിച്ചും ഡയബറ്റിക് ആയിട്ടുള്ള രോഗികൾക്ക് അല്ലെങ്കിൽ ലിവർ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ പ്രശ്നമുണ്ടാകാനുള്ള സാധ്യത. അതുപോലെ തന്നെ ചില യാത്രകൾ മുടങ്ങാം, ഒരുമിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ കുഴപ്പമുണ്ടാകാം, ദാമ്പത്യ സംബന്ധമായ കുടുംബ സംബന്ധമായ പ്രശ്നങ്ങളിലും ചില അസ്വാരസ്യങ്ങൾ കാണുന്നു. അത് കഴിഞ്ഞാൽ ഇവർക്ക് ആ ഭാഗത്തേക്ക് അതിജീവിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് വളരെ ഗുണമാണ് കാണുന്നത്. പ്രത്യേകിച്ചും 2025
2025 അതായത് 2024 ഡിസംബർ ലാസ്റ്റ് വീക്കിന് ശേഷം 2025 ഫെബ്രുവരി മാർച്ച് വരെയും ഇവർക്ക് സാമ്പത്തികമായ നേട്ടം കാണുന്നു. പിന്നെ സ്വാഭാവികമായും മാർച്ച് അവസാനത്തോടുകൂടി വ്യാഴവും മാറുന്നതുകൊണ്ട് ചെറിയ ആശ്വാസം പോലെ കിട്ടിക്കൊണ്ടിരുന്ന സാമ്പത്തിക ഭദ്രത കുറച്ചുകൂടി വലുതാകുന്നു മാർച്ച് 29 ശേഷം. അതുകൊണ്ട് പൊതുവേ ഈ വർഷം ഇടയ്ക്കിടയ്ക്കുള്ള ഗുണങ്ങളുണ്ട്. 2025 മാർച്ചിന് ശേഷം കൂടുതൽ ഗുണം ഇവർക്ക് വരികയും ചെയ്യും. ഇതാണ് ഇടവക്കൂറിൻ്റെ കൊല്ലവർഷത്തെ ഫലങ്ങൾ. അടുത്തത് മിഥുനക്കൂർ. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ മകയിരത്തിൻ്റെ രണ്ടാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 10ാം ഭാവത്തിൽ സഞ്ചരിച്ച, അതായത് കർമ്മഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു അടുത്ത വർഷം മാർച്ചോടുകൂടി 9ാം ഭാവത്തിലേക്ക് പോകും. 4ൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന കേതു 3ാം ഭാവത്തിലേക്ക് വരും. അതുകൊണ്ട് തന്നെ ഊർജ്ജസ്വലമായ ഒരു പ്രവർത്തനം ഇവർക്കുണ്ടാകും. എന്നാൽ പഠന സംബന്ധമായും വിദേശയാത്ര സംബന്ധമായും ഒക്കെ കാര്യങ്ങളിൽ ചെറിയ തടസ്സങ്ങളുണ്ടാകാം. പിതാവിന് ആരോഗ്യ സംബന്ധമായ പ്രശ്നമുണ്ടാകാം. എന്നാലും ഇവരുടെ മനസ്സിൻ്റെ ധൈര്യം, ഒരു പ്രത്യേക കർമ്മരംഗത്ത് വിജയിക്കാനുള്ള മനസ്സിൻ്റെ വാശി, അതൊന്നും ഒരിക്കലും വിട്ടുപോകില്ല. 9ൽ സഞ്ചരിച്ചിരുന്ന ശനി 10ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു 2025 മാർച്ചോടുകൂടി. അപ്പോൾ സ്വാഭാവികമായും ശനി 9ൽ നിന്ന് 10ലേക്കും 10ൽ നിന്നിരുന്ന രാഹു 9ലേക്കും വരുന്നു. അപ്പോൾ ഭാഗ്യത്തിന് ചെറിയ തടസ്സങ്ങളുണ്ടാകാം. കർമ്മരംഗത്ത് വിഘ്നങ്ങളോ അല്ലെങ്കിൽ ഉത്തരവാദിത്വം വർദ്ധിക്കുകയോ ചെയ്യാം. ആ ഉത്തരവാദിത്വമോ അല്ലെങ്കിൽ ടാർഗറ്റോ കൃത്യമായ സമയത്ത് ഏൽപ്പിക്കാൻ അല്ലെങ്കിൽ വാഗ്ദാനം പാലിക്കാൻ സാധിക്കാത്തത് കൊണ്ടുള്ള ചില ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല മെയ് 14 ശേഷം വ്യാഴം ജന്മത്തിലേക്ക് വരികയാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ഇത്തരം ആധികൾ ഇവർക്ക് കൂടുതൽ ടെൻഷനോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാക്കിയേക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളും ശ്രദ്ധിച്ചു കൊള്ളണം. എന്നാൽ സാമ്പത്തികമായിട്ട് വലിയ ദോഷം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം 10ാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലാണ് ശനി വരുന്നത്. കർമ്മരംഗത്തേക്ക് ശനി വരുമ്പോൾ സ്വാഭാവികമായും കുറച്ച് അലച്ചിലും പ്രശ്നങ്ങളും ജോലി രംഗത്ത് ഉത്തരവാദിത്വം വർദ്ധിക്കലും വിമർശനങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഏൽക്കേണ്ടി വരുമെങ്കിലും സാമ്പത്തികമായ കാര്യങ്ങളിൽ വലിയ ദോഷം വരികയില്ല. കാരണം ശുക്രനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഗുണമുള്ള രാശികളിലേക്ക് ഇവർക്ക് പോകുന്നത് കൊണ്ട് ഏകദേശം 2024 ഓഗസ്റ്റ് അവസാനം സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലൊക്കെ തന്നെയും ഇവർക്ക് വലിയ ദോഷമില്ല. നവംബർ അവസാനം തൊട്ട് ഡിസംബർ മാസങ്ങളിൽ, ഡിസംബർ എൻഡ് വരെയൊക്കെ ഇവർക്ക് ദാമ്പത്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും അതുകൊണ്ട് തന്നെ മേലധികാരികളിൽ നിന്നൊക്കെ ഇവർക്ക് പ്രശംസയും കൂടുതൽ ഗുണവും കിട്ടുന്നു. വരും കാലത്തെ, അതായത് ശനി 10ൽ പോകുമ്പോൾ ഉണ്ടാകുന്ന കർമ്മരംഗത്തെ ആ ടെൻഷൻ്റെ ഭീതിയൊന്നും ഇവർക്ക് എൻ്റെ ആവശ്യമില്ല. കാരണം പൊതുവെ ഇവർക്കൊരു ജനസമ്മതി, ഒരു പൊതുസമ്മതി ഇവർക്ക് ഇവരുടെ കർമ്മരംഗത്ത് ലഭിക്കുന്നതാണ്. മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ കൊല്ലവർഷത്തെ, അതായത് 1200 കൊല്ലവർഷത്തെ ഓരോ മാസത്തെയും ഫലങ്ങൾ നമുക്ക് നോക്കാം. 17 ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ പകുതി വരെ, അതായത് ഓഗസ്റ്റ് പകുതി മുതൽ സെപ്റ്റംബർ പകുതി വരെ ഇവർക്ക് കൂടുതൽ ഊർജ്ജസ്വലമായ ചില അവസ്ഥകൾ ഫേസ് ചെയ്യാൻ സാധിക്കും. അതായത് മനസ്സിൻ്റെ ധൈര്യം കൊണ്ട് തന്നെ ഇവർ ഈ വർഷത്തെ സ്വാഗതം ചെയ്യും. അത് കൂടുതൽ ഇവർക്ക് തങ്ങളുടെ കർമ്മരംഗത്ത് ശോഭിക്കാൻ തക്കവണ്ണമുള്ള ഊർജ്ജം മനസ്സിന് സമ്മാനിക്കും. അതുകൊണ്ട് തന്നെയാവണം കർമ്മരംഗം കൂടുതൽ ശോഭനീയമാകുന്നതും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഇവർക്ക് വലിയ ടെൻഷൻ്റെ ആവശ്യമില്ല. അതിനുശേഷം ഇവർക്ക് ഗുണം കിട്ടുന്നത് 17 നവംബർ, അതായത് നവംബർ മാസം പകുതി മുതൽ ഡിസംബർ മാസം പകുതി വരെയും ഇവർക്ക് വളരെ ഗുണമാണ്. ഡിസംബർ എൻഡ് തൊട്ട് അല്പം ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ, കുടുംബം, ഇതൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നാൽ മാർച്ച് മാസവും ഏപ്രിൽ മാസവും ഇവർക്ക് കർമ്മരംഗത്തും അതുപോലെ തന്നെ മെയ് മാസം അവസാനം വരെയും ഇവർക്ക് കർമ്മരംഗത്ത് വളരെ ഗുണം കാണുന്നുണ്ട്. സാമ്പത്തിക നേട്ടവും കാണുന്നുണ്ട്. ലോട്ടറി വരെ അടിക്കാനുള്ള സാധ്യത കാണുന്നു. 2025 ശേഷമാണ്, അതായത് 2025 ഏപ്രിൽ മാസത്തിന് ശേഷമാണ് സാമ്പത്തികമായ കാര്യങ്ങളിൽ അല്പം കാർക്കശ്യം ഇവർക്കുണ്ടാവുക. അതൊരു പക്ഷേ ജീവിതത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ കർമ്മരംഗത്തുണ്ടാകുന്ന ചില പ്രത്യേക പ്രതിസന്ധികൾ മൂലമാവണം സാമ്പത്തികമായിട്ടുള്ള ചെറിയ ചില ഞെരുക്കങ്ങൾ ഇവർക്കുണ്ടാവുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിതാവിന് രോഗമുണ്ടാകാനുള്ള സാധ്യത, ഈ വ്യക്തികൾക്ക് അവരുടെ ജോയിൻറ്റ് പെയിൻസ് ഒക്കെ വളരെ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള റുമാറ്റിക് വാതസംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ നേരത്തെ തന്നെ അത് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ ശ്രമിക്കണം. ചില ബന്ധങ്ങൾ, ചില പഠനങ്ങൾ, ചില യാത്രകൾ, ഇതൊക്കെ താൽക്കാലികമായിട്ടെങ്കിലും ഒന്ന് മുടങ്ങിയേക്കാം. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കറക്റ്റായി കൃത്യമായി എല്ലാം ആസൂത്രണം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു
പദ്ധതി ആവിഷ്കരിച്ചില്ലെങ്കിൽ അവസാന നിമിഷം തട്ടിക്കൂട്ടിൻ്റെ ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നതെങ്കിൽ അതെല്ലാം തടയാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ലക്ക് ഇവരെ ഇപ്പോൾ തുണയ്ക്കില്ല, ഭാഗ്യം ഇപ്പോൾ ഇവരെ തുണയ്ക്കില്ല. മറിച്ച് കൃത്യമായ പ്രാർത്ഥനയും വളരെ ശക്തമായ വളരെ ജാഗ്രതയോടുകൂടിയ ആസൂത്രണവും ഇവർക്ക് ആവശ്യമായി വരുന്നു. രണ്ടു മനസ്സോടെ നിൽക്കുന്ന ഒരു സ്വഭാവം ഇതിനെക്കൂറിനുണ്ട്. അത്തരം അവസ്ഥകൾ ഇപ്പോൾ വിടണം. ഏതെങ്കിലും ഒരു കൃത്യമായ പ്ലാനിങ് തയ്യാറാക്കി സ്ഥിര മനസ്സോടെ സ്ഥൈര്യ മനസ്സോടെ മുമ്പോട്ട് പോകാനുള്ള ഒരു അവസരം ജാതകം ഒരുക്കുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുക. ഇവരെ സംബന്ധിച്ചിടത്തോളമുള്ള മാസങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞു. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങളാണ്. അഷ്ടമശനിയാണ് ഇവർക്ക് 2025 മാർച്ചിൽ മാറുന്നത്. അഷ്ടമശനി 11-ൽ വ്യാഴം നിന്നിട്ട് പോലും പലർക്കും തടസ്സമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അനുഭവങ്ങൾ അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ചെറിയ ചില മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തായാലും ഈ മെയ് മുതൽ അടുത്ത മെയ് വരെ സാമ്പത്തിക ഭദ്രത ഇവർക്കുണ്ട്. മാർച്ച് മാസത്തോടുകൂടി തടസ്സങ്ങൾ മാറുകയും ചെയ്യും. അപ്പോൾ മാർച്ചിന് ശേഷം ഏകദേശം മെയ് പകുതി വരെ ഇവർക്ക് ഏകദേശം രണ്ട് മാസത്തിൽ അടുപ്പിച്ച് വരുന്നേ ഉള്ളൂ എങ്കിൽ പോലും വളരെ വലിയ സാമ്പത്തിക നേട്ടം ഈ സമയത്തുണ്ടാകാം. സാമ്പത്തിക നേട്ടം മാത്രമല്ല, ഇവർ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ, പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങൾ, മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ, അതിനൊക്കെ തന്നെയും മാറ്റം വരാം. സാമ്പത്തിക നേട്ടം ഉണ്ടാവാം. ഇപ്പോൾ പൊതുവെ 2025 കൂടുതൽ ശോഭനീയം. ഇപ്പോൾ ഗുണമില്ല എന്നല്ല, 11-ലെ വ്യാഴം എന്തായാലും ഗുണം ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ ശുക്രൻ സഞ്ചരിക്കുന്നത് 2-ലാണ്. അപ്പോൾ ഈ മാസവും ഒക്കെ തന്നെ ഇവർക്ക് സാമ്പത്തികമായ നേട്ടമുണ്ടാവണം. അതുപോലെ സെപ്റ്റംബർ മാസത്തിന് ശേഷം ശുക്രൻ്റെ ഗുണങ്ങൾ ഇവർക്ക് എന്തായാലും കിട്ടുകയും ചെയ്യണം. അപ്പോൾ ഇടയ്ക്കുള്ള ചില മാസങ്ങളിലെ ചില പ്രശ്നങ്ങൾ ഒഴിച്ചാൽ പൊതുവേ ഈ വർഷവും വലിയ ദോഷമില്ല. പ്രധാനപ്പെട്ട പല തടസ്സങ്ങളും ഇപ്പോൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങളിലും ഉണ്ടായിരുന്ന വിഘ്നങ്ങൾ എന്തായാലും 2025 മാർച്ച് 29 പൂർണ്ണമായും മാറും എന്ന് തന്നെ ചിന്തിക്കണം. പക്ഷേ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം ഇവരുടെ ചില യാത്രകൾ മുടങ്ങിയേക്കാം. ചിലപ്പോൾ ഉപരിപഠനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലോ ചെറിയ ചില നൈരാശ്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത. അതുപോലെ പിതാവിനും ശാരീരികമായ അവശത കാണുന്നുണ്ട്, അല്ലെങ്കിൽ രക്ഷാകർതൃ സ്ഥാനത്തുള്ളവർക്ക് ശാരീരികമായ അവശത കാണുന്നുണ്ട്. അത്തരം യാത്രകൾ ചിലപ്പോൾ ഒന്ന് മാറ്റിവെക്കേണ്ടി വന്നേക്കാം. എന്നാലും മറ്റു ഗ്രഹങ്ങൾ കൂടുതൽ സ്വാധീനത്തോടുകൂടി ഇഷ്ടഭാവത്തിൽ വരുമ്പോൾ വിദേശയാത്രയുടെ കാര്യത്തിലും പഠനത്തിൻ്റെ കാര്യത്തിലുമൊക്കെ മാറ്റമുണ്ടാകാം. ഒന്നും സ്ഥായിയല്ല. ഈ കാലവും കടന്നു പോകുമെന്ന് പറഞ്ഞതുപോലെ ഒന്നും ഒരിടത്തും ഉറയ്ക്കുന്നില്ല. മാറിക്കൊണ്ടേയിരിക്കുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മാറ്റങ്ങളും ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം വന്നുകൊണ്ടേയിരിക്കും. കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ കൊല്ലവർഷത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയാവുന്നത്, നല്ല മാസങ്ങൾ എന്ന് പറയാവുന്നത് 17 സെപ്റ്റംബർ മുതൽ, അതായത് സെപ്റ്റംബർ പകുതി മുതൽ ഒക്ടോബർ പകുതി വരെ ഇവർക്ക് സാമാന്യം നല്ല ഇതാണ്. ബന്ധുമിത്രാദികളും വിരമിച്ചുള്ള യാത്രകൾ, ബന്ധുമിത്രാദികളിൽ നിന്ന് സാമ്പത്തിക സഹായവും ഗുണങ്ങളും, സഹോദരങ്ങൾക്ക് ഗുണം, ഇവർക്ക് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണനേട്ടങ്ങളിൽ അധിഷ്ഠിതമായ ചില പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും. അതിനുശേഷം ഇവർക്ക് ഗുണമെന്ന് പറയാവുന്നത് ഡിസംബർ പകുതിക്ക് ശേഷം ജനുവരി പകുതി വരെ വളരെ ഗുണമുള്ള ഒരു അവസരം കാണുന്നുണ്ട്. കടബാധ്യതയിൽ നിന്നും മോചനം. ഇവർക്ക് സാമ്പത്തികമായി എവിടെയെങ്കിലുമൊക്കെ കടത്തിന് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലോണിന് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അനുകൂലമായി വരുന്ന ഒരു അവസരം കാണുന്നുണ്ട്. കർമ്മരംഗത്ത് കൂടുതൽ ഇവർക്ക് ശോഭിക്കാൻ സാധിക്കും ഏപ്രിൽ മാസം മുതൽ. അതായത് 2025 ഏപ്രിലിന് ശേഷം ഏകദേശം ജൂൺ വരെ ഇവർക്ക് സാമ്പത്തികമായി നല്ല ലാഭമുണ്ടാകുന്നൊരവസരം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് അനിഷ്ടസ്ഥാനത്തു നിന്ന് വ്യാഴം ഇപ്പോൾ മാറുന്നുണ്ട്. ചിലപ്പോൾ വലിയ ചില പ്രോജക്റ്റുകൾ തടഞ്ഞു നിന്നിരുന്നത് അത് ഓക്കെ ആകുന്നു, അത് അനുവദനീയമാകുന്നു. അതുകൊണ്ട് സ്വാഭാവികമായും ഇവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നു ഏപ്രിൽ മുതൽ മെയ് ജൂൺ മാസങ്ങളിലൊക്കെ. അത് നല്ല രീതിയിൽ സാമ്പത്തികം അവർക്ക് വരാൻ സാധ്യതയുണ്ട്. പ്രവർത്തനങ്ങളിൽ മികവുണ്ടാകാനുമൊക്കെ സാധ്യതയുണ്ട്. കണ്ണ്, ഹൃദയം എന്നീ ഭാഗങ്ങൾ പ്രത്യേകമായിട്ട് ഇവർ ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളമുള്ള മാസങ്ങളുടെ ഗുണങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ച് 7-ൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന കണ്ടകശനി 2025 മാർച്ച് 29 അഷ്ടമത്തിലേക്ക് പോകും. 7-ൽ കണ്ടകൻ, 8-ൽ അഷ്ടമശനി എന്ന് പറയും. അഷ്ടമശനിയും ജന്മശനിയുമാണ് ശനിയുടെ യാത്രകളിൽ ഏറ്റവും കൂടുതൽ ഒരാളെ ദ്രോഹിക്കുക എന്ന് പറയാറുണ്ട്. മാർച്ചോടുകൂടി രാഹുവും ഈ രാശിയിലേക്ക് വരും, കുംഭം രാശിയിലേക്ക്. അപ്പോൾ സ്വാഭാവികമായും 8-ാം ഭാവത്തിൽ രാഹുവിൻ്റെയും ശനിയുടെയും ഒരു സ്വാധീനം കടന്നു വരും. കാരണം രാഹു പുറകോട്ടാണ് സഞ്ചരിക്കുന്നത്. മീനത്തിൽ നിന്ന് കുംഭത്തിലോട്ട് 2025 മാർച്ച് മാസത്തിൽ വരും. 2025 മാർച്ച് 29 7-ൽ നിൽക്കുന്ന, അതായത് കുംഭത്തിൽ നിൽക്കുന്ന ശനി അടുത്ത രാശിയിലോട്ടും പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും മീനം രാശിയിൽ, അതായത് 8-ൽ ശനിയും 7-ാം ഭാവത്തിൽ കണ്ടക ഭാവത്തിൽ രാഹുവും വരും.
അതായത് കേന്ദ്രത്തിൽ രാഹുവും അഷ്ടമസ്ഥാനത്ത് ശനിയും വരും. ഇതത്ര നല്ല കാര്യമല്ല. പ്രത്യേകിച്ചും വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ഒരുമിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളിലും. കുറേ നാളായിട്ട് ചിങ്ങക്കൂറിന് പ്രശ്നമുണ്ടോയെന്ന് പലരും ചോദിക്കാറുണ്ട്. അതുപോലെ ജന്മത്തിലേക്ക് രാഹു വരികയാണ്. വ്യാഴം 11ാം ഭാവത്തിലേക്ക് വരുന്നു മെയ് മാസത്തോടു കൂടി എന്നുള്ളത് മാത്രമാണ് ഇവർക്കിപ്പോൾ ഏറ്റവും അനുവദനീയമായ ഭാഗ്യത്തിൻ്റെ ലക്ഷണമായി കാണുന്നത്. അതായത് വ്യാഴം 2025 മെയ് 24 11ാം ഭാവത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും സാമ്പത്തിക വർധനവുണ്ടാകും. സർവാഭീഷ്ടം എന്നാണ് 11നെ പറയുക. പക്ഷേ അപ്പോഴും പറയുന്ന ഒരു പ്രധാന വിഷയം, ഈ രാശി മിഥുനം രാശി അതൊരു നപുംസക രാശിയാണ്. ബുധനും ശനിയുമാണ് ഗ്രഹങ്ങളിൽ നപുംസകം. സ്ത്രീ നപുംസകമാണ് ബുധൻ. അപ്പോൾ സ്ത്രീ നപുംസക രാശിയിൽ പോയി നിൽക്കുമ്പോൾ വ്യാഴം തീർത്തും അസ്വസ്ഥനാണ്. അതുകൊണ്ട് എത്രത്തോളം വ്യാഴത്തിൻ്റെ ഗുണം അവിടെ ഉണ്ടാകും എന്ന് നിശ്ചയിക്കാൻ സാധിക്കില്ല. ഇത് ഗോചരാൽ പറയുന്നത് അതിൻ്റേതായ പരിമിതികളുണ്ട്. ഗ്രഹനിലയിൽ ഓരോ ഗ്രഹങ്ങളും നിൽക്കുന്ന അനുസരിച്ചാണ് കൂടുതൽ ഗുണം. ഒരു പക്ഷേ ഏറ്റവും ശക്തമായ ദശയും അപഹാരവും ഛിദ്രവുമൊക്കെ ആണെങ്കിൽ ഗുണം വരും. അതുപോലെ ശുക്രൻ്റെയും ബുധൻ്റെ 15 ദിവസത്തെ ദിവസങ്ങൾ കൊണ്ടുള്ള രാശിമാറ്റവും 25 ദിവസങ്ങൾ കൊണ്ടുള്ള ശുക്രൻ്റെ രാശിമാറ്റവുമൊക്കെ ഇവർക്ക് താൽക്കാലികമായ ഗുണങ്ങൾ വരും. ചെറിയ ചെറിയ ആശ്വാസങ്ങളിലൂടെ കടന്നു പോവുകയും അങ്ങനെ വലിയ വിപത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നൊരവസരമാണ് ചിങ്ങക്കൂറിന് കാണുന്നത്. അതുകൊണ്ട് നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അഷ്ടമത്തിലോട്ട് അടുത്ത മാർച്ചിൽ മാത്രമേ ശനി പോവുകയുള്ളൂ. അതുപോലെ രാഹു 7ാം ഭാവത്തിലേക്ക് വരുന്നതും അടുത്ത വർഷം മാർച്ചിലാണ്. വ്യാഴം കൂടുതൽ പ്രബലമാകുന്നത് സ്വാഭാവികമായും 2025 മെയ് മാസത്തിന് ശേഷം, മെയ് പകുതിക്ക് ശേഷം. അപ്പോൾ വ്യാഴത്തിൻ്റെ ഗുണം എന്തായാലും ഉണ്ടാകും. 10ൽ വ്യാഴം തീരെ ദോഷമൊന്നുമല്ല, എന്നാൽ 11ൽ വ്യാഴം കൂടുതൽ ഗുണം ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് പൂരം നക്ഷത്രക്കാർ, അതുപോലെ മകം നക്ഷത്രക്കാർ, അതുപോലെ ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗക്കാർ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ആരോഗ്യ സംബന്ധം വളരെ ശ്രദ്ധിക്കണം. ശരീരത്തിൽ അണുബാധയുണ്ടാകാനുള്ള സാധ്യത, തങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ തെറ്റായ വ്യാജമായ പ്രചരണങ്ങൾ ഉണ്ടാക്കുക, അത് പ്രവർത്തന രംഗത്തായാലും ശരി കുടുംബത്തിലായാലും ശരി സംഭവിക്കാനുള്ള സാധ്യത, സുതാര്യത നഷ്ടപ്പെടുന്ന തരത്തിലുള്ള സ്വഭാവങ്ങൾ ഉണ്ടാവുക, ഇതെല്ലാം വരാം. ആളുകൾ തെറ്റിദ്ധരിക്കുക. ചിലപ്പോൾ വെറും നിഷ്കളങ്കനും നിഷ്കളങ്കയുമൊക്കെ ആയിരിക്കും, എന്നാലും തെറ്റിദ്ധാരണ മൂലം അവരെ പാപിയായി കാണാൻ സാധ്യതയുണ്ട്. ക്ഷുദ്രജീവികളിൽ നിന്നുള്ള ആക്രമണം ഉണ്ടാകാം. വിഷം ശരീരത്തിൽ ഭക്ഷ്യത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റ് ദ്രാവക രൂപത്തിലുള്ളയോ ഖരരൂപത്തിലുള്ള വസ്തുക്കളിലൂടെ ഉള്ളിൽ കടക്കാനുള്ള സാധ്യത, അസിഡിറ്റി വർദ്ധിക്കാം. ഇതിനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലും വളരെ ജാഗരൂകരായിരിക്കണം ചിങ്ങക്കൂറുകാർ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ കൊല്ലവർഷത്തെ നല്ല മാസങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ഓഗസ്റ്റ് മാസം, അതായത് 17ാം തീയതി ചിങ്ങം 1 മുതൽ ഏകദേശം ഒരു മാസം, ചിങ്ങമാസം മുഴുവൻ പൂർണ്ണമായും ഇവർക്ക് ഗുണകരമായൊരു മാസമായിട്ടാണ് കാണുന്നത്. എന്നാൽ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടുതൽ ഗുണം കിട്ടുന്നത് ഒക്ടോബർ പകുതിക്ക് ശേഷം നവംബർ പകുതി വരെ ഗുണമുള്ള മാസമായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ജനുവരി 14 ശേഷം ഫെബ്രുവരി മാസം പകുതി വരെയും ഇവർക്ക് ഗുണകരമായിട്ടാണ് കാണുന്നത്. പിന്നീട് ഏപ്രിൽ 14 ശേഷം മെയ് ജൂൺ മാസങ്ങൾ ഇവർക്കും അനുകൂലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ അനുകൂലമായ മാസമെന്ന് പറയുന്നത് സാമ്പത്തികമായ നേട്ടത്തിലും പ്രവർത്തന രംഗത്തിലെ വിജയവുമൊക്കെ ഇവർക്ക് കൂടുതൽ കാണുന്നത് മെയ് ജൂൺ മാസങ്ങളിലാണ്. അത് വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഇവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മാസങ്ങൾ, പ്രത്യേകിച്ചും കുടുംബ ബന്ധത്തിലും കൂട്ടു ബിസിനസ്സിലും അല്ലെങ്കിൽ ഓഫീസ് പ്രവർത്തനങ്ങളിലും എല്ലാം ശ്രദ്ധിക്കേണ്ടത് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് കന്നിക്കൂറുകാർ. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, അത്തം, അതുപോലെ തന്നെ ചിത്രയുടെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 6ാം ഭാവത്തിൽ സഞ്ചരിച്ചിരുന്ന ശനി 7ലോട്ട് വരുന്നു, കണ്ടകനാവുകയാണ്. അതുപോലെ രാഹു 6ലോട്ട് വരുന്നു, 7ൽ നിന്ന് 6ലോട്ട് വരുന്നു. 12ാം ഭാവത്തിലേക്ക് കേതു പോകുന്നു. ശനി ഞാൻ നേരത്തെ പറഞ്ഞു പോകുന്നത് കണ്ടകഭാവത്തിലേക്കാണ്. അതുപോലെ തന്നെ 10ാം ഭാവത്തിലേക്ക് വ്യാഴം വരുന്നു. അപ്പോൾ കർമ്മസ്ഥാനത്തൊരു വ്യത്യാസമുണ്ടാകും. ഇപ്പോൾ അവർക്ക് നല്ല ഈശ്വരാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് പുതിയ ജോലി സ്വീകരിക്കാനോ വിദേശത്ത് പോകാനോ വിദേശവുമായി ബന്ധപ്പെട്ട പഠനത്തിൽ മുഴുകുവാനോ ഒക്കെ സാധിക്കും. ഒരുപക്ഷെ അതിൻ്റെ റിസൾട്ട് കൂടുതലായി കിട്ടുന്നത് അടുത്ത വർഷമാകും. ഉത്തരവാദിത്വം കൂടാം. സ്വന്തം നാട്ടിൽ നിന്ന് ചിലപ്പോൾ മാറി നിൽക്കേണ്ടി വന്നേക്കാം. ചിലരെങ്കിലും വിവാഹബന്ധത്തിൽ ഏർപ്പെടാം. പക്ഷേ അതിൽ വലിയ സായുജ്യം ഉണ്ടാവണം എന്നില്ല. ചില വിവാഹബന്ധങ്ങൾ മോശമായി പോകാം, അല്ലെങ്കിൽ വേർപിരിയാനുള്ള സാധ്യതയുണ്ട്. അതുമല്ല എങ്കിൽ പ്രണയാർത്ഥികൾക്ക് അവരുടെ പ്രണയം നഷ്ടപ്പെട്ടേക്കാം. പരസ്പരം പറഞ്ഞ് മാറി വേറെ ബന്ധങ്ങളിലേക്കൊക്കെ പോയെന്നിരിക്കാം. ഉദരസംബന്ധമായ അസുഖമുണ്ടാവാം. കഴിഞ്ഞ കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന ചില പുതിയ പ്രോജക്റ്റുകൾ വീണ്ടും ചടകുടഞ്ഞെഴുന്നേറ്റ് അവർക്ക് ഭാഗ്യം സമ്മാനിച്ചെന്നിരിക്കും.
അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ശത്രുവായി നിന്നിരുന്ന പലരും മിത്രമായി തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. ഒരിക്കലും തങ്ങളുമായി ചേർന്ന് പോകില്ല എന്ന് വിചാരിച്ചിരുന്നവർ തിരിച്ചു വരാം. അങ്ങനെ ചില ഗുണങ്ങളും അതുപോലെ തന്നെ ദോഷങ്ങളും കന്നിക്കൂറിനെ കാത്തിരിക്കുന്നു. പ്രത്യേകമായി ശ്രദ്ധിക്കുക. ദശയും അപഹാരവും ഛിദ്രവും നന്നായിരിക്കുന്ന കാലത്തോളം ബാക്കി കാര്യങ്ങൾ വലിയ ദോഷമായി വരില്ല. 7ാം ഭാവത്തിലേക്ക് ശനി പോകുന്നത് കൊണ്ട്, പ്രത്യേകിച്ചും ഇനിയും 8 മാസത്തോളമുണ്ട്. 7ാം ഭാവത്തിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം ഇവർക്ക് ദ്രോഹപരമായി വരുന്നത് ശനിയുടെ ബാധ തന്നെയാണ്. കാരണം ലഗ്നാധിപൻ ശനിയാണ്. ഈ സൂര്യൻ സംക്രമിക്കുന്ന സമയത്ത് സൂര്യൻ്റെ ശത്രുവാണ് ശനിയെന്ന് ആലോചിക്കുക. അപ്പോൾ ഒരു വൈരുദ്ധ്യങ്ങളിലൂടെ കടന്നു പോകുന്ന ചില അവസരങ്ങളുണ്ടാകാം. ബന്ധങ്ങളിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ വിടാനും വയ്യ, അതുപോലെ തന്നെ സ്വീകരിക്കാനും വയ്യാത്ത ചില അവസ്ഥകളിലൊക്കെ ചില ബന്ധങ്ങൾ ചെന്നെത്താൻ, അതുപോലെ ചില കൂട്ടു ബിസിനസ്സുകൾ, സഹകരിച്ച് പ്രവർത്തിക്കുന്ന മേഖലകൾ, ഇവിടെയൊക്കെ തന്നെ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന ചില അവസരങ്ങൾ ഉണ്ടാകാം, പ്രത്യേകിച്ചും മാർച്ച് മാസത്തിന് ശേഷം. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇഷ്ടമില്ലാതെ ചിലപ്പോൾ ഇഷ്ടമുള്ള ചില സ്ഥലത്ത് നിൽക്കേണ്ടി വന്നേക്കാം. അപ്പോൾ അത്തരം ചില അവസരങ്ങൾ നേരിടേണ്ടി വരാം. അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക. പ്രധാനം ഇവർക്ക് നല്ലൊരു ജോലി സംബന്ധമായ കാര്യത്തിൽ നല്ല ചില അനുഭവങ്ങൾ ഉണ്ടാകും, അനുകൂലമായ തീരുമാനങ്ങളുണ്ടാകും. സാമ്പത്തികമായിട്ടും ഇവർക്ക് ഉയർച്ച ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം. ഈ കൊല്ലവർഷത്തിൽ കന്നിക്കൂറിന് ഏറ്റവും നല്ല മാസങ്ങൾ എന്ന് പറയുന്നത് നവംബർ പകുതി മുതൽ ഡിസംബർ പകുതി വരെ താരതമ്യേന ഗുണമുള്ള മാസമാണ്. അതിനുശേഷം ഇവർക്ക് ഗുണമുള്ള മാസം എന്ന് പറയുന്നത് ഫെബ്രുവരി പകുതി മുതൽ മാർച്ച് പകുതി വരെയും വളരെ ഗുണമുള്ള മാസമായിട്ട് കാണുന്നു. മുടങ്ങിക്കിടന്നിരുന്ന പ്രോജക്റ്റുകൾ, സാമ്പത്തികമായി തങ്ങൾക്ക് ഏതെങ്കിലും അരിയേഴ്സ് ഉണ്ടെങ്കിൽ അത് കിട്ടാനുള്ള സാധ്യത, വായ്പ അനുവദിച്ച് കിട്ടുക, ചില വലിയ പ്രോജക്റ്റുകൾക്ക് വേണ്ടി പണം അനുവദിച്ച് കിട്ടുക, സഹായങ്ങൾ വരിക, അങ്ങനെയൊക്കെ ചില സാധ്യതകൾ കാണുന്നു. ശത്രുത്വവും അതുപോലെ തന്നെ തടസ്സവുമെല്ലാം മാറുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത്. പിന്നീട് ഇവർക്ക് ഗുണമുള്ളത് ജൂൺ മാസം പകുതിക്ക് ശേഷം ഓഗസ്റ്റ് വരെയും, അതായത് 2025 ഓഗസ്റ്റ് വരെയും, അതായത് 1200 കൊല്ലവർഷം 1200 അവസാനത്തെ 2 മാസങ്ങൾ വളരെ ഗുണകരമായിട്ട് കാണുന്നു. സാമ്പത്തികമായ നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും വിദേശയാത്ര കൊണ്ടുള്ള അനുകൂലമായ അനുഭവങ്ങളും എല്ലാം തന്നെ ഇവരെ തേടിയെത്തുന്ന ഒരു അവസരമാണ് കാണുന്നത്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ 2ാമത്തെ അര, ചോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ 3/4 ഭാഗം. അഷ്ടമശനി മാറുന്നു അടുത്ത വർഷം മെയ് മാസം 14 അതുകൊണ്ട് കാര്യങ്ങൾക്ക് അടുത്ത വർഷമെങ്കിലും ഒരു അനുകൂലമായ അനുഭവം ഇവർക്കുണ്ടാകുന്നു. ഏകദേശം ഇതിപ്പോൾ ഓഗസ്റ്റാണ്, ഏകദേശം 10 മാസത്തോളം ഇനിയുമുണ്ട് മാറാൻ. അതുപോലെ തന്നെ ശനി ഇവർക്ക് 5-ൽ നിന്നിരുന്നത് 6-ലോട്ട് പോവുകയാണ്. 5ാം ഭാവത്തിലെ ശനിയെ പഞ്ചവത്സര ശനി എന്നൊരു പ്രത്യേക വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ചില ആചാര്യന്മാരെങ്കിലും ദോഷാവസ്ഥ പറയാറുണ്ട്. അതായത് 4-ൽ സഞ്ചരിച്ചിരുന്നപ്പോൾ കണ്ടകൻ, അത് 2.5 വർഷം, അത് കഴിഞ്ഞ് വീണ്ടും 2.5 വർഷം 5-ൽ സഞ്ചരിച്ചിരുന്നു. അതാണ് അടുത്ത മാർച്ച് 29 മാറി 6-ലോട്ട് പോകുന്നത്. 3, 6, 11 ശനിക്ക് ഗുണകരം എന്ന അവസ്ഥയിൽ ശനി വ്യാഴക്ഷേത്രമായ മീനത്തിലേക്ക് 2025 മാർച്ച് 29 പോകുന്നത് ഈ തുലാക്കൂറുകാർക്ക് ഗുണകരം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. കഴിഞ്ഞ 6-ാം ഭാവം എന്ന് പറഞ്ഞാൽ ഋണം, കടം, അതുപോലെ തന്നെ തടസ്സം, ദുരിതം, രോഗം, നഷ്ടപ്പെടൽ, ഇതെല്ലാം ആറുകൊണ്ട് ചിന്തിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ഒരു കാര്യങ്ങൾക്ക് ഇവർക്ക് അറുതി വരുന്നു. ഋണബാധ്യത മാറുന്നു, കടബാധ്യത മാറുന്നു. അല്ലെങ്കിൽ ഇവർ ആരുടെത്തെങ്കിലും കടം ചോദിച്ചിട്ടുണ്ടെങ്കിൽ, വലിയ എമൗണ്ടൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവർക്ക് വായ്പയായിട്ട് അനുവദിച്ച് കിട്ടുന്നു. തങ്ങളുടെ മേലുള്ള കടബാധ്യതയിൽ കുറവ് വരുന്നു. തങ്ങളിൽ നിന്ന് ആരെങ്കിലും പണമോ മറ്റു കാര്യങ്ങളോ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് അതിപ്പോൾ തിരിച്ചു കിട്ടുന്നു. 2025 മാർച്ച് 29 ശേഷം ചില ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന വിള്ളലുകൾ അവസാനിക്കുകയും പുനഃസമാഗമം ഉണ്ടാവുകയും ചെയ്യുന്നു. യാത്ര തടസ്സപ്പെട്ടിരുന്നത് മാറുന്നു. അതുപോലെ പൊതുവേ ഗുണകരമായിട്ട് വരുന്നു. ഒന്ന് ചിന്തിക്കണം, 8-ൽ നിന്നിരുന്ന ശനി കൂടി അവർക്ക് 8-ൽ നിന്നിരുന്ന വ്യാഴം കൂടി അവർക്ക് 2 മാസം കഴിയുമ്പോൾ 9-ാം ഭാവത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് 2025 മാർച്ചിന് ശേഷം സ്ലോലി അവരുടെ ഗുണങ്ങൾ വർദ്ധിക്കുന്നു. ഇപ്പോൾ തുലാക്കൂറുകാർ കഴിഞ്ഞ കുറേ കാലമായി അനുഭവിച്ചിരുന്ന യാതനകൾക്ക് അറുതി വരുന്നു. ഇടയ്ക്ക് വ്യാഴം 7-ൽ നിന്നപ്പോൾ കിട്ടിയിരുന്ന ചില സൗഭാഗ്യങ്ങൾ 8-ൽ വന്നപ്പോൾ അതങ്ങനെ നിൽക്കുകയായിരുന്നു. അതിന് വീണ്ടും ഒരു ഉയർച്ചയുണ്ടാകുന്നു. അതുകൊണ്ട് പൊതുവേ 2025 തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഗുണമുള്ള മാസം എന്ന് തന്നെ പറയാം. കൊല്ലവർഷത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ 1200 അവസാനത്തെ ഒരു 4-5 മാസങ്ങൾ അവർക്ക് വളരെ ഗുണകരമായിട്ടാണ് വരുന്നത്. ഇതിനിടയിലും ചെറിയ ചെറിയ ഗുണങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ കൊല്ലവർഷത്തെ നല്ല മാസങ്ങൾ, അനുകൂല മാസങ്ങൾ താരതമ്യേന ഏതെന്ന് നോക്കാം. അത് ഡിസംബർ പകുതി മുതൽ ജനുവരി പകുതി വരെ താരതമ്യേന ഗുണമുള്ള മാസമാണ്. ശേഷം മാർച്ച് 14 മുതൽ ഏപ്രിൽ മാസം വരെയും ഗുണമുള്ളതാണ്.
അതിനുശേഷം ഇവർക്ക് ഗുണമുള്ള മാസങ്ങൾ ജൂലൈ മാസം പകുതിക്ക് ശേഷം സെപ്റ്റംബർ വരെയും വളരെ ഗുണകരമായിട്ട് കാണുന്നു. അതിൽ ഓഗസ്റ്റ് പകുതിയാകുമ്പോഴേക്കും അടുത്ത വർഷമായി, കൊല്ലവർഷത്തിൻ്റെ 1201 അതുകൊണ്ട് അത് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. എന്നാലും സ്വാഭാവികമായിട്ട് സാമ്പത്തികമായ ഗുണവും എല്ലാം, ജോലിയിൽ ഉയർച്ചയും എല്ലാം ഈ അവസാനത്തെ 2 മാസങ്ങൾ, കൊല്ലവർഷത്തെ അവസാനത്തെ 2 മാസങ്ങൾ ധാരാളമായിട്ട് ഇവർക്ക് സമ്മാനിക്കണം. അതുകൊണ്ട് ഒട്ടുമേ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കൂടുതൽ ഗുണങ്ങൾ 2025 കാണുന്നു എന്നതാണ് തുലാക്കൂറിനെ സംബന്ധിച്ച് പ്രത്യേകത. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം അനിഴം കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 7-ൽ സഞ്ചരിച്ചിരുന്ന വ്യാഴം 2025 മെയ് 14 8-ാം ഭാവത്തിലേക്ക് പോകുന്നു. ഇനിയും ഏകദേശം 10 മാസത്തോളമുണ്ട്. ഇപ്പോൾ 7-ലാണ്. അതിനകത്ത് അവരുടെ ഒരുപാട് ഗുണങ്ങൾ നടക്കുകയും ചെയ്യും. എന്നാൽ 4-ൽ നിന്നിരുന്ന കണ്ടകനാണ് ചെറിയ തോതിലെങ്കിലും അവർക്കൊരു തടസ്സം വന്നിരുന്നത്. 4-ാം ഭാവത്തിൽ നിന്ന് അത് 5-ലേക്ക് പോകുന്നു 2025 മാർച്ച് 29 5 വലിയ ഗുണമൊന്നുമല്ല എന്ന് ഞാൻ തൊട്ടു മുമ്പേ പറഞ്ഞതേ ഉള്ളൂ. അത് ശരി തന്നെയാണ്, വലിയ ഗുണമൊന്നുമില്ല. എന്നാൽ 4-ലെ ദോഷത്തെ അത് കുറയ്ക്കും. 4-ാം ഭാവത്തിൽ കൊണ്ടിരുന്ന കുഴപ്പം, പൊതുവെ കുടുംബത്തിൽ നിന്ന് ഇവർക്കുണ്ടായിരുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രതിരോധങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിസമ്മതമായ ഭാവങ്ങൾ അതെല്ലാം തന്നെ മാറി, പ്രതികൂലാവസ്ഥകൾ മാറി അനുകൂലമായി വരുന്നു. വീട്, തറവാട് ഇതൊക്കെ ഭാഗം വയ്ക്കുകയോ അതുമായി ബന്ധപ്പെട്ട് പണം കിട്ടുകയോ ചെയ്യുന്നു. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഉണ്ടാകുന്ന അടിസ്ഥാനപരമായ സമ്പത്ത് ഇവർക്ക് അനുകൂലമായി മാറുന്നു. ഇപ്പോൾ തങ്ങളുടെ പല ഭാവിയിലെ പ്രവർത്തനങ്ങൾക്കും അത് സഹായകമായി മാറുന്നു. അങ്ങനെ കുറേ ഗുണങ്ങൾ കുടുംബ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. മാതാവിന് ഗുണമുണ്ടാകുന്നു. മാതാവിൻ്റെ ശാരീരികവും മാനസികവുമായ അവസ്ഥകൾക്ക് കുറച്ചുകൂടിയൊക്കെ ഗുണം വരുന്നു. അതുപോലെ 7-ൽ ഇപ്പോഴും വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ, അതുപോലെ ചിലർക്കെങ്കിലും ഇതിൽ ശുക്രൻ്റെയൊക്കെ അനുഗ്രഹം ഉള്ളതിനാലും വിവാഹാർത്ഥികൾക്ക് ഇപ്പോൾ വിവാഹം നടക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യും. ചില പുതിയ പ്രോജക്റ്റുകൾ, ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു. 8-ലോട്ട് പോകുമ്പോൾ അതിനൊക്കെ ദോഷം സംഭവിക്കും എന്നല്ല, 8-ൽ ഒക്കെ എത്തുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്വം കടന്നു വരുന്നു. ഒട്ടും നമുക്ക് ഒരുപക്ഷെ മനസ്സിന് സന്തോഷിക്കാനോ അല്പം വിശ്രമിക്കാനോ ഒക്കെ സമയം കിട്ടാത്ത വണ്ണം ചിലപ്പോൾ നമ്മുടെ ജോലിയിൽ കൂടുതലായിട്ട് ഇടപഴകേണ്ടി വരുന്നു. അത് ചിലർക്ക് ദോഷമായിട്ട് തോന്നുമ്പോഴൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ജോലിയെ ഒരു ലഹരിയായി മാറ്റുക, അല്ലെങ്കിൽ കർമ്മത്തെ എപ്പോഴും അവരുടെ മനസ്സിൽ കൊണ്ട് താലോലിക്കുക, അങ്ങനെ വരുമ്പോൾ 8-ൽ നിൽക്കുന്ന വ്യാഴം അവർക്ക് വലിയ ദോഷമൊന്നും വരില്ല. മാത്രമല്ല ദശ, അപഹാരം, ഛിദ്രം ഇതൊക്കെ മാറി വരിക, മറ്റു ഗ്രഹങ്ങളുടെ സ്വാധീനം ഇതെല്ലാം അവർക്ക് ഗുണകരമായിട്ട് വരും. രാഹുവും ഇവർക്ക് 5-ലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ചില വിശേഷ ബുദ്ധിയുടെ അനുഗ്രഹങ്ങൾ എന്തായാലും ഉണ്ടാകും. പക്ഷേ വൃശ്ചികക്കൂറുകാർക്ക് രാഹു 4-ാം ഭാവത്തിലേക്കാണ് വരുന്നത്. അതെ, വൃശ്ചികം, ധനു, മകരം, കുംഭം 4-ാം ഭാവത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ 4-ാം ഭാവത്തിലേക്ക് രാഹു വരുമ്പോൾ സ്വാഭാവികമായും ദേശം വിട്ട് നിൽക്കണം എന്നൊക്കെ പറയാറുണ്ട്. 4-ലായിരുന്നു ഇത്രയും നാൾ ശനി, അത് 5-ലോട്ട് പോവുകയാണ്. അതുകൊണ്ട് മാതാവിന് ശാരീരികമായ ഗുണം ഉണ്ടാകുമെങ്കിലും അലർജി സംബന്ധമായ അസുഖങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോഴുമുണ്ട്, പ്രത്യേകിച്ച് രാഹുമാറ്റത്തിൽ. അതുപോലെ ഇവർക്ക് 11-ൽ നിന്നിരുന്ന കേതു 10-ാം ഭാവത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ തൊഴിൽ രംഗത്ത് ചില മാറ്റങ്ങളും ചില പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകാം. അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴവും 10-ൽ നിൽക്കുന്ന കേതുവിനെയും ചേർത്ത് നമ്മൾ വായിക്കണം. അതായത് തടസ്സങ്ങളോ പ്രശ്നങ്ങളോ പ്രതിബന്ധങ്ങളോ ഒക്കെ കർമ്മരംഗത്ത് വരാം. അതിനെ അതിജീവിക്കാനുള്ളൊരു മനസ്സ് എന്തായാലും ഇവർക്കുണ്ടാകട്ടെ. അതുണ്ടാകും, കാരണം ശനിയുടെ മാറ്റം ബാക്കി ഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ടും. വൃശ്ചികക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ കൊല്ലവർഷത്തിലെ നല്ല മാസങ്ങളെന്ന് പറയുന്നത് ഓഗസ്റ്റ് മാസം 17 മുതൽ, അതായത് ചിങ്ങമാസം, ഈ 1200 ചിങ്ങമാസം അവർക്ക് പൊതുവെ ഗുണകരമായിട്ടാണ് കാണുന്നത്. ചിങ്ങമാസത്തിന് ശേഷം കന്നിയിലും സാമ്പത്തികമായിട്ടുള്ള നല്ല നേട്ടം കാണുന്നു. അതായത് 17/8 മുതൽ 16/10 വരെ ഇവർക്ക് കർമ്മരംഗത്ത് വളരെ ശോഭനീയമായ അവസ്ഥ കാണുന്നു. സാമ്പത്തികമായ നല്ല നേട്ടവും കാണുന്നു. ലോട്ടറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർക്കിപ്പോൾ അനുകൂലമായി വരാം. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും നടക്കാം. വിവാഹ സംബന്ധമായ കാര്യങ്ങളിലുമൊക്കെ അവർക്ക് ഗുണം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഒക്ടോബറിനും നവംബറിനും ഇടയിൽ വിവാഹ സാധ്യതയൊക്കെ കാണുന്നു. അതിനുശേഷം ഇവർക്ക് ഗുണമുള്ള മാസം എന്ന് പറയുന്നത് 2025 ജനുവരി 14-ന് ശേഷം ഫെബ്രുവരി വരെയും വളരെ ഗുണമുള്ള, ഫെബ്രുവരി പകുതി വരെയും വളരെ ഗുണമുള്ളതാണ്. ശുഷ്കാന്തിയോടുകൂടി തങ്ങളുടെ പ്രവർത്തന രംഗങ്ങളിൽ വ്യാപരിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. ശേഷം ഗുണമുള്ളത് 2025 ഏപ്രിൽ 14-ന് ശേഷം മെയ് 15 വരെയും വളരെ ഗുണമാണ്. പിന്നീട് ഗുണമുള്ളത് ഏകദേശം ജൂൺ അവസാന വാരത്തിലാണ്. അപ്പോൾ പൊതുവേ ഇവർക്ക് സാമ്പത്തികമായ നേട്ടം ജൂൺ അവസാന വാരം എന്ന് പറയുമ്പോൾ ജൂൺ മാസത്തിൻ്റെ ഏറ്റവും അവസാനത്തെ വാരവും അതുപോലെ ജൂലൈ മാസത്തിൻ്റെ തുടക്കങ്ങളിലുമൊക്കെ ഇവർക്ക് കുറച്ച് സാമ്പത്തിക നേട്ടം കാണുന്നു. അപ്രതീക്ഷിതമായ ചില സഹായങ്ങളൊക്കെ അപ്പോൾ ഇവരെ തേടിയെത്തുന്നു.
ഇതാണ് വൃശ്ചികക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ കൊല്ലവർഷത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. 5ാം ഭാവത്തിൽ നിന്ന് വ്യാഴം കഴിഞ്ഞ വർഷം 6-ൽ വന്നു. 6-ൽ വന്നപ്പോൾ പലർക്കും പല ബുദ്ധിമുട്ടുകളും ഉണ്ടായി. ഇപ്പോൾ 7ാം ഭാവത്തിലോട്ടാണ് അടുത്ത വർഷം മേയോടുകൂടി വ്യാഴം പോകുന്നത്. വളരെ കാലമായിട്ട് അവർ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നടക്കണം. ജീവിതത്തിലെ വിമ്മിഷ്ടങ്ങളും പ്രശ്നങ്ങളും മാറണം. തൊഴിൽ രംഗത്തുണ്ടായിരുന്ന പിരിമുറുക്കമാർന്ന അവസ്ഥകൾക്ക്, നിമിഷങ്ങൾക്ക് മാറ്റമുണ്ടാവണം. പൊതുവെ മനസ്സിന് സമാധാനവും സന്തോഷവും ഉണ്ടാകണം. കുടുംബത്തിൽ സമാധാനമുണ്ടാവണം. സാമ്പത്തികമായ ഭദ്രത വർദ്ധിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ അടുത്ത വർഷം കാത്തിരിക്കുന്നു ധനുക്കൂറിനെ. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗക്കാരെ. ഇവർക്ക് ദോഷം വരുന്ന ഒരു പ്രധാന കാര്യം, ശനി 3-ൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നത്, അതായത് 7.5 ശനി കഴിഞ്ഞ് 3-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ കുറേ നേട്ടങ്ങൾ ഇവർക്കുണ്ടാകും. അത് 4-ലേക്ക് പോവുകയാണ്. 2025 മാർച്ച് 29 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അതിനെ കണ്ടകശനി എന്നാണ് പറയുക. ചിലപ്പോൾ ഇപ്പോൾ താമസിച്ചിരുന്ന സ്ഥലം അല്ലെങ്കിൽ ജോലി സ്ഥലം ഇതൊക്കെ മാറാം. മറ്റൊരു ദേശത്തേക്ക് മാറിപ്പോകാനുള്ള സാധ്യത. മാതാവിന് ശാരീരികമായ ചെറിയ അവശതയോ പ്രശ്നങ്ങളോ വരാനുള്ള സാധ്യത. വീട് പുതിയത് വയ്ക്കുകയോ പുതിയ വീട്ടിൽ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചെറിയ ചില കാലതാമസങ്ങൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്തേക്കാം. വാഹനവും പുതിയത് വരാം. പക്ഷേ അതിൽ അറ്റകുറ്റപ്പണികളോ പ്രശ്നങ്ങളോ ഉണ്ടായേക്കാം. പൊതുവേ മാറ്റങ്ങളുണ്ട്. മാറ്റങ്ങൾക്ക് പിന്നാലെ ചെറിയ ചില ടെൻഷനും ഉണ്ടാകും. എന്നാലും അതിനെയൊക്കെ വിജയത്തിൻ്റെ രൂപത്തിൽ തന്നെയാണ് കാണേണ്ടത്. കാരണം വർദ്ധിക്കുന്നുണ്ട്, ജീവിതത്തിൻ്റെ ഗ്രാഫ് ഉയരുന്നുണ്ട്. അത് പ്രത്യേകമായി മനസ്സിലാക്കുക. 7ാം ഭാവത്തിലേക്ക് 2 മാസം കൂടെ കഴിയുമ്പോൾ, അതായത് കൃത്യം 2025 മെയ് 14 വ്യാഴം 7ാം ഭാവത്തിലേക്ക് പോകുന്നത് വളരെ ഗുണകരമാണ്. കുടുംബ ബന്ധങ്ങളിലും പ്രവർത്തനങ്ങളിലും കൂടുതൽ ശുഷ്കാന്തി ഉണ്ടാകുന്നു. ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയിൽ അനുകൂലമായ കാര്യങ്ങൾ പഠനത്തിനായാലും ജോലി സംബന്ധമായ കാര്യത്തിലായാലും ഉണ്ടാകുന്നു. അവിടുത്തെ താമസത്തിന് സ്ഥിരതയുണ്ടാകുന്നു. സമ്പത്തിൻ്റെ വർധനവുണ്ടാകുന്നു. പൊതുവെ മനസ്സിന് സന്തോഷമുണ്ടാകുന്നു. കേതു അവർക്ക് പോകുന്നത് അപ്പോൾ 9ാം ഭാവത്തിലേക്കാണ്. പിതാവിന് ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാൻ വളരെ ശ്രദ്ധിക്കുക. മാലിന്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, അതായത് എപ്പോഴും മലിന സ്ഥലത്ത് നിൽക്കുകയോ കൃഷി ചെയ്യുകയോ കൃഷിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ശാരീരികമായ അവശത കാണുന്നു ഈ സമയത്ത്. അതുപോലെ തന്നെ പ്രിക്കോഷൻസ് ഒന്നും എടുത്തില്ലെങ്കിലുള്ള കാര്യം പറയുകയാണ്. അതുപോലെ ഇവർക്ക് 3ാം ഭാവത്തിലേക്ക് രാഹു വരുന്നത് കൊണ്ട് കുറേ കാലമായി മുരടിച്ചു നിന്നിരുന്ന മനസ്സ് ഒക്കെ മാറുന്നു. അടുത്ത വർഷം കൂടുതൽ ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കാനും പ്രതിബന്ധങ്ങളെ നേരിടാനുമുള്ള ഒരു മാനസിക ശക്തി ഇവർക്ക് വരുന്നു. അതെന്തായാലും ഗുണമാണ്. ധനുക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ കൊല്ലവർഷത്തിലെ നല്ല മാസങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സെപ്റ്റംബർ 17 ശേഷം ഒക്ടോബർ പകുതി വരെയും 17-9 ശേഷം 16-10 വരെ ഇവർക്ക് ഗുണകരമായിട്ട് കാണുന്നു. ശേഷം 17-10 ശേഷം നവംബർ പകുതി വരെയും ഇവർക്ക് സാമ്പത്തികമായ നല്ല നേട്ടം കാണുന്നുണ്ട്. മിക്കവാറും ഭാഗ്യം അടിക്കുവാനോ ഭാഗ്യക്കുറി നേടുവാനോ ഒക്കെയുള്ള സാധ്യത കാണുന്നു. അല്ലെങ്കിൽ ബൾക്കായിട്ട് കുറേ പണം ഇവരിലേക്ക് വരാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ വിചാരിച്ചിരുന്ന കാര്യങ്ങൾ നടക്കാനുള്ള മാസമാണ് സെപ്റ്റംബർ പകുതി മുതൽ ഏകദേശം നവംബർ പകുതി വരെ. അത് കഴിഞ്ഞാൽ ഇവർക്ക് ഗുണം ഫെബ്രുവരി പകുതിക്ക് ശേഷം മാർച്ച് പകുതി വരെയും ഗുണമുള്ള മാസങ്ങളായിട്ട് കാണുന്നു. ശേഷം ഗുണമുള്ളത് 2025 മെയ് പകുതിക്ക് ശേഷം ജൂൺ ഇവർക്ക് വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. ജൂൺ പകുതിക്ക് ശേഷം ദാമ്പത്യ ബന്ധത്തിൽ ചെറിയ ചില പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 5ാം ഭാവത്തിൽ സഞ്ചരിച്ചിരുന്ന വ്യാഴമാണ് 6-ലോട്ട് പോകുന്നത്. അപ്പോൾ വ്യാഴം മാറി പോവുകയും അതുപോലെ തന്നെ 2025 മാർച്ച് 29 7.5 ശനി പൂർണ്ണമായും മാറുകയും ചെയ്യുന്നു. അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ 6-ലേക്കുള്ള മാറ്റം പൂർണ്ണമായി 7.5 ശനി മാറുകയും ശനി 3-ലേക്ക് പോവുകയും ചെയ്യുന്നുള്ള ഗുണത്തിൽ അങ്ങ് മാറും. വ്യാഴം ഒരു വർഷത്തേക്കാണ് 6-ലേക്ക് പോകുന്നത് മകരക്കൂറുകാർക്ക്. അതായത് 2025 മെയ് 14 മുതൽ 2026 വരെ. അപ്പോൾ ആ സമയത്ത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ദോഷങ്ങൾക്ക് 2025 മാർച്ച് 29 മുതൽ ഏകദേശം 2027 അവസാനം വരെയുമുള്ള ശനിയുടെ 3ാം ഭാവത്തിലെ സഞ്ചാരം കൊണ്ട് ആ ദോഷങ്ങൾക്ക് പരിഹാരമുണ്ടാകാം. അപ്പോൾ വ്യാഴം സഞ്ചരിക്കുന്ന 6ാം ഭാവത്തിൻ്റെ ദോഷങ്ങൾ 3ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി ഏറ്റെടുക്കും. മാത്രമല്ല അവർ പരസ്പരം കേന്ദ്രങ്ങളിൽ നിൽക്കുന്നത് കൊണ്ട് കർമ്മസ്ഥലത്ത് ഇവർക്ക് കൂടുതലായി ശോഭിക്കാൻ സാധിക്കും. തങ്ങളെ വിശ്വസിച്ചുകൊണ്ട് മേലധികാരികൾ അല്ലെങ്കിൽ പ്രോജക്റ്റ് മാനേജേഴ്സ് പുതിയ പ്രോജക്റ്റുകൾ തരിക, അത് സക്സസ്ഫുള്ളായി പൂർത്തീകരിക്കാൻ സാധിക്കുക, അതിൽ നിന്ന് സാമ്പത്തിക നേട്ടമുണ്ടാവുക, മനസ്സ് കുറച്ചുകൂടി ഊർജ്ജസ്വലമാവുക, മടിപിടിച്ചിരുന്ന മനസ്സിൻ്റെ ആലസ്യങ്ങളെല്ലാം മാറി കൂടുതൽ ശുഷ്കാന്തിയോടുകൂടി തങ്ങളുടെ കർമ്മമേഖലയിൽ വ്യാപരിക്കാൻ സാധിക്കുന്നു ഇവർക്ക്. മാർച്ചിൽ മറ്റൊരു ഗ്രഹം കൂടി 2ാം ഭാവത്തിലേക്ക് വരുന്നുണ്ട്. അത് രാഹുവാണ്. അതുപോലെ തന്നെ അഷ്ടമ ഭാവത്തിലേക്ക് കേതുവും വരുന്നുണ്ട്. ഇത് രണ്ടും ശാരീരികമായ ചില
അവശതകളെ സൂചിപ്പിക്കുന്നു. അയൽപക്കവുമായി കലഹമുണ്ടാകാനുള്ള സാധ്യത, സ്വന്തം വാക്ക് തന്നെ ചിലപ്പോൾ പാരയായി വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. മുഖം വളരെ ശ്രദ്ധിക്കുക. കണ്ണ്, മൂക്ക്, പല്ല്, മുഖം, ചെവി, ഈ ഭാഗങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ചെറിയ ചില പ്രാണികൾ അല്ലെങ്കിൽ ചെറിയ ക്ഷുദ്രജീവികളൊക്കെ ഏതെങ്കിലും വിധത്തിൽ മുഖത്തിന് പ്രശ്നമുണ്ടാക്കാനുള്ള സാധ്യത കാണുന്നു. നാവ് വളരെ ശ്രദ്ധിക്കുക. തങ്ങളുടെ നാവ് പിഴയ്ക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അഷ്ടമത്തിൽ പോയി കേതു കൂടി നിൽക്കുന്നത് കൊണ്ട് അത്തരം തടസ്സങ്ങളുണ്ടാകും. പക്ഷേ ഇതിനെയൊക്കെ അതിജീവിക്കുന്ന തരത്തിൽ ശനിയുടെ സ്വാധീനം വളരെ ഗുണകരമാണ്. പ്രത്യേകിച്ചും ലഗ്നത്തിൽ അല്ലെങ്കിൽ ഗ്രഹനിലയിൽ ശനിക്ക് വളരെ സ്വാധീനമുണ്ടെങ്കിൽ ഇവർക്ക് വളരെ ഗുണം കിട്ടും. കുറേ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടത്താൻ സാധിക്കും. സാമ്പത്തികമായ നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും ഉറപ്പാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ കൊല്ലവർഷത്തെ നല്ല മാസങ്ങൾ എന്ന് പറയുന്നത് 17, അതായത് ഒക്ടോബർ 17 മുതൽ ഒക്ടോബർ പകുതി മുതൽ 2024 ഒക്ടോബർ പകുതി മുതൽ ഏകദേശം ഡിസംബർ പകുതി വരെയും ഇവർക്ക് സാമ്പത്തികമായ നല്ല നേട്ടം കാണുന്നു. ഇവരുടെ പ്രവർത്തനങ്ങളിൽ നല്ല വിജയവും മറ്റുള്ളവരാൽ പ്രശംസ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നു. അതുകൊണ്ട് പൊതുവെ ഗുണമാണ്. യാത്ര, വിദേശത്ത് പോകാനോ വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ അനുകൂലമാണ്. അതിനുശേഷം ഇവർക്ക് ഗുണമുള്ള മാസം എന്ന് പറയുന്നത് മാർച്ച് പകുതി തൊട്ട് ഏപ്രിൽ 2025 മാർച്ച് പകുതി മുതൽ 2025 ഏപ്രിൽ പകുതി വരെ വളരെ ഗുണമുള്ള മാസമായിട്ട് കാണുന്നു. പിന്നീട് ഇവർക്ക് ഗുണമുള്ള മാസം എന്ന് പറയുന്നത് 2025 ജൂൺ പകുതിക്ക് ശേഷം ജൂലൈ പകുതി വരെയും വളരെ ഗുണമാണ്. ജൂലൈക്ക് ശേഷം ഓഗസ്റ്റ് വരെയുള്ള കാലത്ത് കുടുംബ ബന്ധങ്ങളിലൊക്കെ കുറച്ചുകൂടി സുതാര്യത പുലർത്തുകയും കൂടുതൽ അവരെ സ്നേഹിക്കുകയും ചേർത്തു നിർത്തുകയും ഒക്കെ ചെയ്യണം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അവിട്ടത്തിൻ്റെ 2ാമത്തെ അര, ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗം. 4ാം ഭാവത്തിൽ സഞ്ചരിച്ചിരുന്ന വ്യാഴം ഇവർക്ക് 5ലേക്ക് പോകുന്നു. വളരെ ഗുണമാണ്. ഒരു വർഷത്തേക്ക് 2025 മെയ് 14 മുതൽ 2026 മെയ് 14 വരെ. അതുപോലെ തന്നെ വ്യാഴം 2.5 വർഷത്തേക്ക്, അതുപോലെ തന്നെ ശനി 2.5 വർഷത്തേക്ക് ജന്മത്തിൽ നിന്ന് മാറുന്നു. 7.5 ശനി 2023 ഇവർക്ക് തുടങ്ങിയത്. 2023 മുതൽ 2020 തുടങ്ങിയത്. 2020 മുതൽ 2023 മുതലേ ആദ്യത്തെ 2.5 വർഷം, 2023 മുതൽ 2025 മാർച്ച് 29 വരെ ജന്മശനി. അതിനുശേഷം ഇനി 2.5 വർഷം കൂടി ഉണ്ടെങ്കിലും 7 ശനിയിൽ ഏറ്റവും രൂക്ഷമായ ജന്മശനി മാറുന്നു കുംഭക്കൂറുകാർക്ക്. അത് പലർക്കും സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം അവിട്ടം 2ാമത്തെ പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽക്കാർ ഒരുപാട് വിളിച്ച് അവരുടെ വിഷമങ്ങളും അവരുടെ സങ്കീർണതകളുമൊക്കെ ദുഃഖങ്ങളുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കണ്ണീർ കഥകൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് അവർക്കൊരു മാറ്റമുണ്ടാകുന്നു. ജന്മശനി മാറുന്നു. 7 ശനി പൂർണ്ണമായി മാറിയിട്ടില്ല, ജന്മശനി മാറുന്നു. ഒപ്പം വ്യാഴം 5ാം ഭാവത്തിലേക്കും പോകുന്നു. സാമ്പത്തികമായ ഉയർച്ച, പ്രവർത്തനങ്ങളിൽ കൂടുതൽ വിജയം, വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയിൽ ഗുണം, എന്താണോ ആഗ്രഹിച്ച ആ കാര്യങ്ങളൊക്കെ സഫലമാവുക, അതിൽ നിന്ന് സാമ്പത്തിക വിജയവും മനസമാധാനവും ഉണ്ടാവുക, കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ ഉറപ്പും സ്നേഹവും ഊഷ്മളതകളും വരിക, അകന്നു നിന്നിരുന്നവർ അടുക്കുക, ചില ബന്ധങ്ങളിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക, അതുപോലെ പ്രണയം പൂവണിയുക, വിവാഹം നടക്കുക തുടങ്ങി ഒട്ടനവധി ഗുണകരവും മംഗളകരവുമായ കാര്യങ്ങൾ കുംഭക്കൂറിനെ അടുത്ത വർഷം പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കും. ഈ വർഷം 4-ൽ നിൽക്കുന്നതുകൊണ്ട് വ്യാഴം കുറച്ച് ഗുണമൊക്കെ ചെയ്യുമെങ്കിലും കൂടുതൽ ഗുണമായി ചെയ്യുന്ന അടുത്ത വർഷമാണ്. ഇനി നമുക്ക് ഈ വർഷത്തിൽ കുംഭക്കൂറിന് ഈ കൊല്ലവർഷത്തിൽ, അതായത് 1200 ചിങ്ങം മുതൽ 1200 കർക്കിടകം അവസാനം വരെയുള്ള മാസങ്ങളിൽ ഏറ്റവും നല്ല മാസങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണമുള്ള മാസങ്ങളെന്ന് പറയുന്നത് നവംബർ പകുതിക്ക് ശേഷം ജനുവരി പകുതി വരെയും ഇവർക്ക് സാമ്പത്തികമായും തൊഴിൽപരമായും വളരെ ഗുണമാണ്. നല്ല സാമ്പത്തിക നേട്ടമുണ്ടാകുന്ന ജോലികളോ പ്രോജക്റ്റുകളോ താൽക്കാലികമായിട്ടെങ്കിലും കിട്ടും. അതുപോലെ വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയോ പ്രോജക്റ്റുകളോ നടക്കും. വിവാഹം പോലുള്ള കാര്യങ്ങൾ, അതുപോലെ മോഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയും ഇവർക്കിപ്പം സഫലീകരണത്തിൻ്റെ അടുത്തെത്തുകയും ചെയ്യും. അത് കഴിഞ്ഞാൽ ഇവർക്ക് ഗുണം കിട്ടുന്ന മാസം എന്ന് പറയുന്നത് മാർച്ചല്ല 2025 ഏപ്രിലിന് ശേഷം 2025 മെയ് വരെ വളരെ ഗുണകരമാണ്. അതിനുശേഷം ഗുണമുള്ളത് 2025 ജൂലൈക്ക് ശേഷം ഓഗസ്റ്റ് വരെയുള്ള ഒരു മാസവും വളരെ ഗുണകരമായിട്ട് കാണുന്നു. ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം, ഏപ്രിൽ മെയ് മാസങ്ങളിൽ കുടുംബത്തിൽ ചെറിയ ചില പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരുമിച്ച് പ്രവർത്തിക്കുന്ന മേഖലകളിൽ ചില വഴക്കുകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാം. അത്തരം കാര്യങ്ങളിൽ എപ്പോഴും ഒരു ശ്രദ്ധ വേണം എന്നുള്ളതാണ് പറയാനുള്ളത്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്.
1200 കൊല്ലവർഷം ഇവരെ സംബന്ധിച്ചിടത്തോളം അല്പം ഗുണം എന്തായാലുമുണ്ട്. പ്രത്യേകിച്ചും 3-ലെ വ്യാഴം 4-ലേക്ക് പോകും അടുത്ത വർഷം മേയോടുകൂടി. ശനി പക്ഷേ ജന്മത്തിലേക്കാണ് വരുന്നത്. അത് ഇവർ വളരെ ശ്രദ്ധിക്കണം. കഴിഞ്ഞ കുറേ കാലമായി ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ പരിഹരിക്കാതെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നവർക്ക് തീർച്ചയായിട്ടും ജന്മശനിയിൽ അതിൻ്റേതായ ദോഷവശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ കുംഭക്കൂറുകാർ പറയുന്ന വിഷമങ്ങൾ മീനക്കൂറുകാർ കാണണം. കാരണം ഇനി അവർക്കാണ് ജന്മത്തിലോട്ട് ശനി വരുന്നത്. ഇനി 8 മാസത്തോളമുണ്ട്. മാത്രമല്ല 7ര ശനി 2023 തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷവും 8 മാസവുമായി. അപ്പോൾ സ്വാഭാവികമായിട്ടും 7ര ശനിയിലെ ആദ്യത്തെ 2.5 വർഷത്തിൽ പകുതിയിലേറെ കഴിഞ്ഞു. കൊണ്ട് 7ര ശനി ജന്മത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ ശ്രദ്ധിക്കുക. തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ സുതാര്യത പുലർത്തുക. കൃത്യമായ ഈശ്വര വിശ്വാസത്തോടുകൂടി അങ്ങേയറ്റം പ്രാർത്ഥനയോടുകൂടി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുക. വരാനിരിക്കുന്ന വിപത്തിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട്, കാലക്കേടിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. ഭയപ്പെടുത്തുകയല്ല, കൂടുതൽ ബലവാനാകാൻ വേണ്ടി പറയുന്നതാണ്. പ്രാർത്ഥന കൈവിടാതിരിക്കുക. അതുപോലെ ഒരു കാര്യവും ഉഴപ്പി ചെയ്യാതിരിക്കുക. സാമ്പത്തികമായ കാര്യത്തിൽ ഒരു അലംഭാവവും കാണിക്കാതിരിക്കുക. അങ്ങേയറ്റം കൃത്യതയോടുകൂടി സമ്പത്തിനെ ശേഖരിക്കാൻ ശ്രമിക്കുക. പഞ്ഞമാസത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് കരുതി വയ്ക്കുക എന്ന് പണ്ടുള്ളവർ പറയുന്നത് പോലെ കാലം മോശമായ അവസ്ഥയിലേക്ക് വരികയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. 4-ാം ഭാവത്തിലെ വ്യാഴവും തുടർന്ന് 5-ാം ഭാവത്തിൽ 2026 മുതൽ 27-ൽ പോകുന്ന വ്യാഴവും ഇവരെ ഒരു പരിധിവരെ സഹായിക്കും. അതുകൊണ്ട് ഈ 2.5 വർഷത്തെ ജന്മശനി 2 വർഷത്തെ വ്യാഴത്തിൻ്റെ അനുകൂല മാറ്റങ്ങളിലൂടെ കുറേയൊക്കെ ഗുണമുണ്ടാക്കും. ബാക്കി ഗ്രഹങ്ങളും സഹായിക്കും. അതുപോലെ ദശ, അപഹാരം, ഛിദ്രമൊക്കെ ഗുണമാണെങ്കിൽ അതും മീനക്കൂറിനെ സഹായിക്കും. അതുകൊണ്ട് തീർത്തും പോയി എന്നൊന്നും ചിന്തിക്കേണ്ട. വളരെ ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുക. ഈശ്വരൻ കൂടെ ഉണ്ടാവും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ കൊല്ലവർഷത്തെ നല്ല മാസങ്ങൾ എന്ന് പറയുന്നത് ഡിസംബർ പകുതിക്ക് ശേഷം മാർച്ച് പകുതി വരെ, ഡിസംബർ പകുതിക്ക് ശേഷം ഫെബ്രുവരി പകുതി വരെയും ഇവർക്ക് സാമ്പത്തികമായി നല്ല ഒരു ഉയർച്ച കാണുന്നുണ്ട്. പ്രവർത്തനങ്ങളിൽ വലിയ വിജയവും കാണുന്നുണ്ട്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ തന്നെയും നടക്കുകയും ചെയ്യണം. ഈ ഒരു 2 മാസം കൊണ്ട് കുറേ നഷ്ടങ്ങളോ കുറേ ലാഭങ്ങളോ ഇവർക്ക് ഉണ്ടാക്കാൻ സാധിക്കും. കുറേ നഷ്ടങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. അതുവരെ ഉണ്ടായിരുന്ന ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങളും മാനസിക സംഘർഷങ്ങളും ഒക്കെ മാറി വിജയത്തിൻ്റെ പാതയിലൂടെ മുന്നേറാനും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനും ഈ 2 മാസം സഹായിക്കും. പിന്നീട് ഇവർക്ക് ഗുണകരമായി വരുന്നത് 2025 മെയ്ക്ക് ശേഷം 2025 ജൂൺ വരെയുള്ള കാലമാണ്. അതിനുശേഷം ഗുണമുള്ളതെന്ന് പറയുന്നത് അത് ഏകദേശം 2200, അതായത് കൊല്ലവർഷം അവസാനത്തെ ഒരു മാസമാണ്. അത് വളരെ അൺഎക്സ്പെക്റ്റഡായിട്ട്, അപ്രതീക്ഷിതമായിട്ട് ചില സഹായങ്ങൾ ഇവർക്ക് കിട്ടുകയും പലപ്പോഴും ഇവരെ ഏതെങ്കിലും തരത്തിൽ നിസ്സാരമായി വിചാരിച്ചിരുന്നവർ അങ്ങേയറ്റത്തെ വിലമതിക്കുന്ന അവസ്ഥയോടുകൂടി ഇവരെ നോക്കിക്കാണുകയും ചെയ്യുന്നൊരവസരമുണ്ടാകും. പൊതുവെ എല്ലാവർക്കും 1200-ാം ആണ്ട് വളരെ ശുഭകരമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ദോഷമുള്ളവർക്ക് ശനീശ്വരനെ ഭജിക്കുക. അതുപോലെ വ്യാഴദോഷമുള്ളവർ മഹാവിഷ്ണുവിനെ ഭജിക്കുക. കേതുദോഷമുള്ളവർ മഹാഗണപതിയെ ഭജിക്കുക. നാഗദോഷങ്ങൾക്ക് നാഗദൈവങ്ങളെയും പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്ത വീഡിയോയിലൂടെ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.